ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയൽ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുജു പറയുന്നുണ്ട്, ഒരിക്കലും തന്നെ കൺമണിയായിട്ടുള്ള വിവാഹത്തിന് തയ്യാറല്ല എന്ന് സാഗറിനോട് പറയുന്നുണ്ട്. നീ എന്തെങ്കിലും ഒന്ന് മറുപടി പറയും സുജു എന്ന് പറയുമ്പോഴത്തേനും സാഗറല്ല ഞാൻ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സാഗർ പെടുന്നുണ്ട്. അതിനുശേഷം തന്നെ കൃഷും കൺമണിയും കൂടി കണ്ടുമുട്ടാട്ടോ ചെയ്യുന്നത്. കൃഷാണെങ്കിലോ താൻ ജർമ്മനിയിലേക്ക് പോണ വിവരം തന്നെ കൺമണിയോട് പറയാനായിട്ട് വീട്ടിലേക്ക് തന്നെ വരുന്നു കേട്ടോ. അപ്പോഴത്തേനും കൺമണി അച്ഛനോട് നേരിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണം, അത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺമണിയോടും അച്ഛനോടും ഗൂഗിളിനോടൊക്കെ പറയണം. എനിക്ക് ജർമ്മനിയിലേക്ക് പോവുകയാണ് ഞാൻ, എനിക്ക് കൺമണിയുടെ അനുവാദം ചോദിക്കണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, ഇരട്ടി മധുരം വരാൻ പോവുകയാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ധനലക്ഷ്മിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം തന്നെ പാരീസിലേക്ക് കൺമണിയും വരണം എന്ന രീതിയിലൊക്കെ. അതിനുശേഷം തന്നെ ആൻറ്റിയമ്മയും അതുപോലെ തന്നെ മാനസയും കൂടി സംസാരിക്കുന്നുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നടന്നു, രണ്ടും രണ്ട് പാത്രത്തിലാക്കി തരാം. അതായത് കൃഷിനെ വേറെ സ്ഥലത്തേക്കും അതുപോലെ കൺമണിയെ മറ്റൊരു സ്ഥലത്തേക്കും നമുക്ക് പമ്പ കടത്താം. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സമ്മതിച്ചു. അനിയൻകൂട്ടൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ സമ്മതിച്ചു. കൃഷ്ണൻ സമ്മതിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം കൺമണിയും കൃഷ്ണൻ വളരെ സ്നേഹത്തോടു കൂടി കരച്ചിലും ബഹളവും ഒക്കെ ആവുന്നുണ്ട്. കാരണം കൺമണിക്ക് ഒരിക്കലും കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. തിരിച്ചും അങ്ങനെ തന്നെ. പിന്നീട് ഇവരുടെ വിഷമം മാറ്റാൻ ദേവിച്ച് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓഫീസിലെത്തുമ്പോൾ നിങ്ങളുടെ സങ്കടമൊക്കെ മാറ്റാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. അതിനുള്ള ഒരു കാര്യം അവിടെ നടക്കാനായിട്ട് പോകുന്നു. എന്തായാലും ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറയുന്നു. ആ ഗസ്റ്റാണ് നമ്മുടെ കൃപ കേട്ടോ. എന്തായാലും ആ കൃപ തിരിച്ചു വരാട്ടോ എന്ന് ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്. എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക്